بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله صدق رسول الله. يا سيدي يا رسول الله يا أملي يا من ألوذ به إن زلت القدم أشكو إليك ذنوبا أنت تعلمها إن لم تكن مدركي حفت بي النقم. يعلم أمة سيدنا مولانا محمد. ആദരണീയരായ ഉലമാക്കളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, കടപ്പാടുള്ളവർ, നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഈ മഹത്തായ സംരംഭത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്നവർ, പ്രവർത്തിച്ചവർ, എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അകറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മെയും അവരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇവിടെ ഒരു പ്രഭാഷണത്തെക്കാളും പ്രാധാന്യം ചോദ്യോത്തരങ്ങൾക്കാണെന്ന് നാം മനസ്സിലാക്കിയതാണ്. മുഖാമുഖം എന്നാണ് ഇവിടെ
ഇവിടെ പോസ്റ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലേ? അതുകൊണ്ട് മുഖാമുഖത്തിനാണ്, ചോദ്യോത്തരത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ചോദ്യകർത്താക്കളുള്ള കസേരയാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശിഷ്ട വ്യക്തികൾക്ക് ഇരിക്കാനുള്ളത് കുറച്ച് അപ്പുറത്താണ്. ചോദ്യകർത്താക്കൾക്കുള്ള കസേരയാണത്. ആ കസേരയിൽ എപ്പോൾ ആള് വരുന്നുവോ അപ്പോൾ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു, ചോദ്യത്തിന് അവസരം കൊടുക്കുന്നു. ചോദ്യകർത്താക്കൾ അവിടെ വന്നിരിക്കാത്തത് കൊണ്ട് ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്. ചോദ്യത്തിന് ഏത് മുജാഹിദുകൾ വരുന്നുവോ, ജമാഅത്തെ ഇസ്ലാമി വരുന്നുവോ, മൗലവിമാര് വരുന്നുവോ, അല്ലാത്തവർ വരുന്നോ, അപ്പൊ ഞാൻ ഒഴിഞ്ഞു കൊടുക്കും എന്ന് അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ടുള്ള സ്വഹാബികൾ, ആ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും, അത് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ മുസ്ലിമാവാൻ കഴിയുകയുള്ളൂ, യഥാർത്ഥ മുഅ്മിനാവാൻ കഴിയുകയുള്ളൂ, സ്വർഗ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന വസ്തുത നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിന് സമാന്തരമായി നമ്മുടെ രാജ്യത്ത് ബിദ്അത്തുകാർ ഇവിടെ പ്രവർത്തിക്കുകയും വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 13-14 നൂറ്റാണ്ട് കാലം ജീവിച്ച മഹാമനീഷികൾ, പർവ്വത സമാനരായ വിജ്ഞാനത്തിന്റെ ഉടമകൾ, അവർ പ്രചരിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങളെ, ആ ആശയങ്ങളെ കൊച്ചാക്കാനും അതിനെ ജനങ്ങൾക്കിടയിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയും ചില തൽപര കക്ഷികൾ സമാന്തര ഇസ്ലാമായി, ഇസ്ലാമിന് സമാന്തരമായി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനവും അതുപോലെ മൗദൂദി പ്രസ്ഥാനവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും താബിഉകളും തബഉ താബിഉകളുമാണ് അഹ്ലുസുന്ന എന്ന് പറയുന്ന ഇസ്ലാമിക ആദർശത്തിന്റെ വാക്താക്കളും അത് പ്രചരിപ്പിച്ചതും അത് ഇവിടെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തതെങ്കിൽ, പ്രബോധനം ചെയ്യുകയും ചെയ്തതെങ്കിൽ, അതിന് സമാന്തരമായി ഉണ്ടാക്കിയ വഹാബി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരാണ്? അവരൊരു ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടാക്കാൻ മാത്രം കെൽപ്പുള്ളവരാണോ, യോഗ്യരാണോ? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് കേരളത്തിലെ കേരള നദുബത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ മുജാഹിദുകളെ 3 നേതാക്കളെ പ്രധാനമായും അവരുടെ നേതാക്കളെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി ആരാണെന്നറിയാമോ? ഒരു വ്യക്തി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇബ്നു അബ്ദുൽ വഹാബാണ് ഒരു നേതാവ്. മറ്റൊരു നേതാവ് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന നേതാവാണ്. മറ്റൊരു വ്യക്തി മുഹമ്മദ് അബ്ദു റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തികളാണ്. ഇതൊക്കെ മുജാഹിദിന്റെ പുസ്തകമാണ്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, തർക്കമുണ്ടെങ്കിൽ, പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒളിഞ്ഞിരുന്ന് മതിലിന്റെ അപ്പുറത്ത് പോയിരുന്ന് സംവിധാനിക്കേണ്ടതോ ചർച്ച ചെയ്യേണ്ടതോ ഇല്ല. നിങ്ങൾക്ക് കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. അതിനുള്ള വേദിയാണിത്. ഞങ്ങളെ ചെലവിലുണ്ടാക്കിയതാ. നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങളാണ് ഇത്രയും വലിയ ആയിരക്കണക്കായ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയ ജനത്തെ സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിച്ചതും ഇത് പ്രചരിപ്പിച്ചതും ഞങ്ങളാണ്. ഞങ്ങളെ ചെലവില് ഞങ്ങൾ ആളെ കൂട്ടിയിട്ട് ഞങ്ങളൊരവസരം ഉണ്ടാക്കി തരികയാണ് ഇവിടുത്തെ മുജാഹിദുകൾക്ക്. എന്തിന്? ഞങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരുവീൻ, മർഹബം ബിക്കും, വാം വെൽക്കം, വരുവീൻ, നിങ്ങൾ തെളിയിക്കുകയും ഞങ്ങളെ ചെലവിലുള്ള കസേര, ഞങ്ങളെ ചെലവിലുള്ള മൈക്ക, ഞങ്ങളെ ചെലവിലുള്ള ആളുകൾ നിങ്ങളൊന്ന് കേൾക്കാൻ വരുവീൻ. ഇതാണ് ഞങ്ങൾ പറയുന്നത്.
ഞങ്ങൾ ഈ പറയുന്നത് എത്ര സുതാര്യമാണ്. ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ വിലയിരുത്തണം. ഞങ്ങൾ ചെലവിൽ സംഘടിപ്പിച്ച ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങൾ ആദർശം ശരിയല്ല എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ കാഫിറാണ്, മുശ്രിക്കാണ്, മുർത്തദ്ദാണ്, ഇസ്ലാമെന്ന് പുറത്തുപോയവരാണ് എന്ന് വിധി എഴുതുന്ന ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നേരത്തെ ഉമർ സഖാബി ഇവിടെ പറഞ്ഞു, നിങ്ങളെ രോമത്തിന് പോറലേൽക്കൂല, അത്ര വരെ കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. എന്നിട്ട് നിങ്ങളുടെ ആദർശം ശരിയാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഞങ്ങൾ ആദർശം ശരിയല്ല എന്ന് പറയാനും സ്ഥാപിക്കാനും കഴിയോ? അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അവരെ ഇരുത്താനാണ് ആ കസേര ഒഴിഞ്ഞു കിടക്കുന്നത്. ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിലെ സുന്നികളല്ലാത്ത മുജാഹിദിലെ എ ബി സി ഡി എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പുകൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ 2 ഗ്രൂപ്പിന് കഴിയുമോ? ഞങ്ങൾ ഇതാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് സുതാര്യമാണ്. എല്ലാവരും പഠിക്കണം, എല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ 3 നേതാക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണെന്ന് ₹1.25 വിലയുള്ള ഈ പുസ്തകത്തിൽ മുജാഹിദുകൾ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തെ നേതാവ് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഒന്നാമത്തെ നേതാവ്. നിങ്ങളാരും തെർനിയത്ത് ചെല്ലാൻ പറ്റിയ സാധനങ്ങളല്ല. ഇബ്നു അബ്ദുൽ വഹാബാണ്. മറ്റൊന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. വേറെയൊന്ന് മുഹമ്മദ് അബ്ദുവാണ്. ഈ നേതാക്കളൊക്കെ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക വിശ്വാസ ആചാര കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഒരു സമാന്തര ഇസ്ലാം ഉണ്ടാക്കാൻ യോഗ്യരാണോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ നേതാവ് ഞാൻ പറഞ്ഞല്ലോ ഇബ്നു അബ്ദുൽ വഹാബാണ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി ആരാ? ഞാൻ പറയുന്നില്ല. മുജാഹിദുകളുടെ പഴയകാല നേതാവ് ഇ.കെ. മൗലവിയുടെ പത്രാധിപത്യത്തിൽ ഉള്ളതും മുജാഹിദുകൾ തന്നെ പുറത്തിറക്കിയതുമായ പത്രമാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ പത്രം. അറബി മലയാളത്തിലാണ്. അറബി മലയാളം വായിക്കാൻ അറിയുന്ന ഏത് മുജാഹിദുകൾക്കും ഇവിടെ കടന്നു വരാം. ഇതിൽ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പുണ്യമാർന്ന വിശുദ്ധമായ സ്ഥലങ്ങൾ, സഹോദരന്മാരെ, ആ സ്ഥലങ്ങളിലുള്ള ഇസ്ലാമിക ചിഹ്നങ്ങളെ മുഴുവനും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും നശിപ്പിക്കുകയും മഹായിമാക്കളായ സ്വഹാബികൾ, താബിഉകൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ അവരുടെ ജാറങ്ങൾക്ക് മുകളിൽ ഉണ്ടാക്കിയിരുന്ന സർവ കുബ്ബകളെയും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ്. നിഷ്ഠൂരമായി സത്യവിശ്വാസികളായ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി എന്ന് പറയുന്നത് ഞാനല്ല, ഞങ്ങളല്ല, സമസ്തയുടെ പ്രതിനിധികളോ പ്രവർത്തകരോ അല്ല. ഇത് പറയുന്നത് ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ആ പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയ നേതാവാണെന്ന് മുജാഹിദുകൾ തന്നെ അംഗീകരിച്ച പ്രാചീന നേതാവാണ് ഇ.കെ. മൗലവി. ആ ഇ.കെ. മൗലവിയുടെ പത്രാധിപത്യത്തിൽ അവർ പുറത്തിറക്കിയ പുസ്തകമാണ്, മാസികയാണ് അൽ ഇത്തിഹാദ്. ഈ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാള പത്രത്തിൽ, മാസികയിൽ മുജാഹിദുകൾ തന്നെ എഴുതി വെക്കുന്നു. എന്ത്? ഇവരുടെ നേതാവായ, ഒന്നാമത്തെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ആ മഹാത്മാക്കളുടെ മക്ബറകളും ജാറങ്ങളും ഉൾപ്പെടെയുള്ള പുണ്യകേന്ദ്രങ്ങളെ അടിച്ചു പൊള്ളിച്ച് നിലംപരിശാക്കുകയും ചെയ്ത വ്യക്തിയാകുന്നു എന്ന് പറയുന്നത് ഞങ്ങളല്ല, മുജാഹിദിന്റെ പത്രമാണ്. ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ആയിരക്കണക്കായ 10,000-കണക്കായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യരുണ്ടാക്കിയ പ്രസ്ഥാനം അതെങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനമാവുക? ഇതാണ് എനിക്കറിയാത്തത്. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിലെ 500 കേന്ദ്രങ്ങളിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന SYS ആദർശ സമ്മേളനങ്ങൾ നടത്തുകയാണ്. കേരളത്തിലെ ഉത്ബുദ്ധരായ ജനവിഭാഗങ്ങളോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സത്യമിതാണ്. പറയണം, നിങ്ങൾ ഇങ്ങനെ മുസ്ലിമീങ്ങളെ, 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രസ്ഥാനം അത് ഇസ്ലാമിക പ്രസ്ഥാനമാകുമെന്നോ
അത് ദീനാകുമെന്നോ? എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം, ഇത് ഇസ്ലാമാണോ സഹോദരന്മാരെ? ഇതാണ് ഒരു നേതാവ്. ഇനി നിങ്ങൾക്കറിയോ രണ്ടാമത്തെ നേതാവ് ആരാം? ഈ പുസ്തകത്തിൽ പറയുന്നു, കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറയുന്നത് രണ്ടാമത്തെ നേതാവ് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ആരാണെന്നോ? ഇയാൾ പാശ്ചാത്യ ശക്തികളുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ, യൂറോപ്യൻ ശക്തികളുടെ രാജ്യങ്ങളുടെ സംസ്കാരം, യൂറോപ്യൻ സംസ്കാരം, അതെ പടിഞ്ഞാറൻ സംസ്കാരം, സാമ്രാജ്യത്വ ശക്തികളുടെ സംസ്കാരം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി, കടത്തിവിടാൻ വേണ്ടി പാശ്ചാത്യർ നിയോഗിച്ച ചാരനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്നത്. സുന്നി വോയിസിലല്ല, റിസാല വാരികയിലല്ല, സുന്നത്ത് മാസികയിലല്ല, ഞങ്ങളുടെ പത്രത്തിലല്ല, പുസ്തകത്തിലല്ല. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ഈ പുസ്തകത്തിൽ ഈ കാര്യം പച്ചയായി പറയുന്നു. സഹോദരന്മാരെ, ഞാൻ ചോദിച്ചോട്ടെ, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് സാമ്രാജ്യത്വ ശക്തികൾ, പടിഞ്ഞാറൻ ശക്തികൾ, പാശ്ചാത്യ സംസ്കാരം ഇസ്ലാമിലേക്ക് കടത്തിവിടാൻ വേണ്ടി അവർ നിയോഗിച്ച ഒരു ചാരൻ, അവരുടെ ഒരു ഏജന്റ്, അയാള് ഉണ്ടാക്കിയ ഇസ്ലാമിക സംസ്കാരം നശിപ്പിച്ച് പടിഞ്ഞാറൻ സംസ്കാരം മുളപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യ ശക്തികൾ പറഞ്ഞയച്ച ഒരു വ്യക്തി, അയാൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം അത് ഇസ്ലാമിക പ്രസ്ഥാനമാകുമെന്നോ? എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ചിന്തിക്കുന്ന ആളുകളില്ലേ? ഭക്ഷണം കഴിക്കുന്ന ആളുകളില്ലേ? ഇതെങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനമാവുക? നാം വിലയിരുത്തേണ്ടതല്ലേ? നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാനല്ല പരിചയപ്പെടുത്തുന്നത്, മുജാഹിദുകളാണ്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അതെങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനമാകും? പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യ ഇസ്ലാമിനെതിരിൽ സമാന്തര ഇസ്ലാം ആകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു നേതാവിനെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുഹമ്മദ് അബ്ദു ആണ്. ആരാണ് മുജാഹിദുകൾ? ഇതാ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു. ആരാണ് ഈ മുഹമ്മദ് അബ്ദു? നിങ്ങൾക്കറിയാമോ? ഇത് മുജാഹിദിന്റെ ഇസ്ലാഹ് മാസികയാണ്. സുന്നി പ്രസിദ്ധീകരണമല്ല, മുജാഹിദിന്റെ ഇസ്ലാഹ് മാസിക. ഇതിൽ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണെന്ന് മുജാഹിദിന്റെ കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയായ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് മുജാഹിദിന്റെ പത്രം ഇസ്ലാഹ് മാസിക പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നിഷേധിക്കുകയും ആരംഭ റസൂലിന്റെ ഹദീസ് നിഷേധികൾക്ക് പാലം പണിതു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണത്രേ ആര്? ഇവരുടെ ഈ നേതാവ് മുഹമ്മദ് അബ്ദു. റസൂലുള്ളാഹിന്റെ ഹദീസ് നിഷേധിക്കുന്ന ഒരു വ്യക്തി ഇവരുടെ നേതാവാണെന്ന് ഇവർ പറയുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസ് നിഷേധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അതെങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനമാവുക? സുബ്ഹാനല്ലാഹ്, എന്താ ഈ കേൾക്കുന്നത്? ഈ രാജ്യത്തുള്ള ജനങ്ങൾ ചിന്തിക്കുന്നവരല്ലേ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നിഷേധിക്കുന്ന ആളുണ്ടാക്കിയ പ്രസ്ഥാനം അത് ഇസ്ലാമിക പ്രസ്ഥാനമാകുന്നു? എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? സഹോദരന്മാരെ, ഇതാണ് ഞാൻ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക പ്രസ്ഥാനമല്ല. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പൂർവീകർ പഠിപ്പിച്ച ആശയങ്ങളാണ്. 14 നൂറ്റാണ്ടിന്റെ മഹിതമായ പാരമ്പര്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ച് താബിഈകളിലേക്ക് കിട്ടി, തബഉ താബിഈകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുകളിലൂടെ, 13 നൂറ്റാണ്ട് കാലത്തെ ഇമാമുകളിലൂടെ ലഭിച്ചിട്ടുള്ള ആശയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം. അത് മാത്രമേ ഇസ്ലാമുള്ളൂ. ആ അഹ്ലുസുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദുകൾ തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. മുജാഹിദിന്റെ നേതാവ് അവരുടെ ആശയ സ്രോതസ്സെന്ന്
മുജാഹിദ് പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയയുടെ മജ്മുഅത്തുൽ ഫതാവ എടുത്ത് പരിശോധിച്ചോളൂ. അതിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹും സലഫുൽ ഉമ്മത്തി വഅഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിലുള്ള പൂർവീകരാണവർ. ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകളാണ്. അവരെ പിൻപറ്റി ജീവിക്കുന്നവരുമാകുന്നു. അവരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ തന്റെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ആരാ? ഹും സലഫുൽ ഉമ്മത്തി വഅഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ പൂർവീകർ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, അവരെ പിൻപറ്റി ജീവിക്കുന്നവരും അവരാണ് അഹ്ലുസ് സുന്ന. നമ്മുടെ രാജ്യത്തെ മുജാഹിദിന് ഇത് അവകാശപ്പെടാൻ കഴിയുമോ? ഞങ്ങൾ ഇമാമുകളെയും പൂർവീകരെയും പിൻപറ്റുന്നവരാണ്. എന്നാ പിന്നെ ഒരു മുജാഹിദ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമേ ഇസ്ലാമുള്ളൂ. ഈ അഹ്ലുസ് സുന്നയിൽ നിന്ന് വ്യതിചലിച്ചവർക്കാണ് മുബ്തദിഉകൾ എന്ന് പറയുന്നത്, ബിദ്അത്തുകാരെന്ന് പറയുന്നത്. സഹോദരന്മാരെ, മുബ്തദിഉകൾ അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ കർമ്മങ്ങൾ ഇല്ല, അല്ലാഹു സ്വീകരിക്കൂല. അതാ നമ്മൾ പറയുന്നത് അവർ സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ മുജാഹിദുകൾ നിസ്കരിക്കുന്നില്ലേ, നോമ്പനുഷ്ഠിക്കുന്നില്ലേ, സകാത്ത് കൊടുക്കുന്നില്ലേ, ഹജ്ജ് ചെയ്യുന്നില്ലേ എന്നാ നമ്മുടെ സംശയം. അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ. പുത്തൻ പ്രസ്ഥാനക്കാരനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. സിയാമൻ വലാ സ്വലാത്തൻ വലാ സകാത്തൻ വലാ നുസുകൻ വലാ സർഫൻ വലാ അദ്ല. അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കൂല. അവരുടെ നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, പുണ്യകർമ്മങ്ങൾ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചതാ. നിങ്ങൾ ചിന്തിക്കണം. അവരുടെ ഇബാദത്ത് അല്ലാഹ്ക്ക് ആവശ്യമില്ല. അവർ നിസ്കരിക്കൂല എന്നല്ല റസൂല് പറഞ്ഞത്. നിസ്കരിക്കും, പക്ഷെ അല്ലാഹ്ക്ക് ആ നിസ്കാരം ആവശ്യമില്ല. നോമ്പനുഷ്ഠിക്കും, അല്ലാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സ്വീകരിക്കൂല. സകാത്തും ഹജ്ജും ഉംറയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അല്ലാഹു സ്വീകരിക്കൂല. ഇത് അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനസ്സിലാക്കണം. അഹ്ലുസ് സുന്ന മാത്രമേ ഇസ്ലാമുള്ളൂ. നമ്മൾ ഭൗതികമായി, രാഷ്ട്രീയപരമായി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, അല്ലേ? പലരും ഉണ്ടാകാം. വ്യത്യസ്തമായ നയപരിപാടികളുള്ളവരുണ്ടാവും. സാംസ്കാരികമായി വ്യത്യസ്ത സംഘടനകളിൽ ഒക്കെ അങ്ങനെയാവാം. പക്ഷേ ദീനിയായി, മതപരമായി, ആശയപരമായി നമ്മൾ യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്ന ദീനിൽ അടിയുറച്ച് ജീവിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മാത്രമേ യുള്ളൂ, അത് മാത്രമേ ദീനുള്ളൂ. അതിൽ നിന്ന് പുറത്തുപോയാൽ നാളെ ആഖിറത്തിൽ വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ അഹ്ലുസ് സുന്ന വൽ ജമാഅത്താകുന്ന പൂർവീകരുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ ഇവിടെ പലതും പറയാൻ തുടങ്ങി. അപ്പോ ജനങ്ങൾ അത് തള്ളാൻ തുടങ്ങി. കാരണം ഇവര് കഥയില്ലാത്തവരാണെന്ന് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി. അപ്പൊ മുജാഹിദ് ഈയിടെയായി പുതുതായി ചെയ്ത ഒരു പുതിയ സംരംഭമാണ് എന്തെന്നറിയോ? മുജാഹിദ് മൗലവിമാര് പറയുന്നത് ജനങ്ങൾ ചെവി കൊടുക്കുന്നില്ല എന്നവർ മനസ്സിലാക്കിയപ്പോ ഇപ്പോൾ അവർ ചെയ്യാൻ തുടങ്ങിയ ഒരു പുതിയ ശൈലിയാണ് കുറെ മൗലവിമാരെ തലപ്പാവ് കെട്ടിച്ച് കൊണ്ടുവരിക, എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം. എന്നിട്ടെങ്കിലും ഒരു 4 ആളെ വസ്വാസ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലോ എന്ന് ചിന്തിക്കാം. ഇതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തുണ്ട്. മുജാഹിദുകൾ കേരളത്തിൽ ഇതുവരെ മതം മാറിയ ആളുകളായി എന്ന് പറയുന്ന കുറെ ആളുകളെ ഒന്നിച്ച് അണിനിരത്തി പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയിൽ മുജാഹിദ് അണിനിരത്തിയിരുന്നു. അതൊരുപാട് ആളുണ്ട്, കുറച്ചൊന്നല്ല, ഒരു 10-12 ആളുണ്ട്. ഇതുവരെ സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നു എന്ന് പറയുന്ന ആളുകളാ 10-12 ആളുകൾ. കുറെ കൊല്ലങ്ങളായി. അതിൽ ഒരാളാരാ 50 കൊല്ലം മുമ്പ് സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്ന ആളാ. വേറൊരാള് 25 കൊല്ലം മുമ്പ് വന്ന ആളാ. വേറൊരാള് 10 കൊല്ലം. ഇങ്ങനെ എല്ലാവരും കൂടിയായിട്ട് 12 ആളുകൾ അവിടെ അണിനിരത്താൻ മുജാഹിദിന് കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അത് പലതും സുന്നിയിൽ നിന്ന് വന്നതല്ല, തബ്ലീഗ് ജമാഅത്തിൽ നിന്ന് വന്നതാ, അതുപോലെ NDF-ൽ നിന്ന് വന്നതാണ്. ഞാനിപ്പോ അതെല്ലാം വിശദീകരിക്കുകയല്ല. ഞാൻ പറയുന്നത് ഈ മൗലവിമാരൊക്കെ മുജാഹിദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വലിയ ഒരു 10 മീറ്റർ വയൽമുണ്ട് വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് തലയിൽ കെട്ടി
ഇതെങ്ങനെ എപ്പോഴാ ഇറക്കി വെക്കേണ്ടതെന്നും അറിയില്ല, അത് എങ്ങനെ കെട്ടേണ്ടതെന്നും അറിയില്ല, കെട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി പ്രസംഗിപ്പിക്കുകയാണ്. അപ്പൊ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അതിശയോക്തിയുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതെന്തേ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരായി രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ആരുണ്ടോ, KM മൗലവിയാവട്ടെ, EK മൗലവിയാവട്ടെ, അല്ലെങ്കിൽ വക്കം മൗലവി, എല്ലാ മൗലവിമാരും പഴയ കാലത്ത് സുന്നിയല്ലേ? എന്താ പതിരിത്ര സംശയം? ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ. KM മൗലവി പഴയ കാലത്ത് സുന്നിയായിരുന്നല്ലോ. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അവിടുന്ന് ഇയാൾ രാജിവെച്ചിട്ട് ആ പൂർവീകരുടെ പാരമ്പര്യം ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് പുതിയ മതം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇവിടെ ആരെങ്കിലും അതിനെ സ്വീകരിച്ചോ? നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇപ്പൊ മാത്രം കുറെ ആൾക്കാരെ തലപ്പാവ് കെട്ടി കൊണ്ടുവന്നുകൊണ്ട് ആരാണത് സ്വീകരിക്കുക? ആരും സ്വീകരിക്കൂല. ഞാൻ പറയല്ല, സക്കരിയ സലാഹി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇവിടെ പഴയ കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരത്തുള്ള ആളുകളൊക്കെ സുന്നി മുസ്ലിയാക്കന്മാരായിരുന്നു. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു എന്നാ മൂപ്പരും പറയണത്. അതന്നല്ലേ എപ്പോഴും നടന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരെ തലപ്പാവ് കെട്ടി കൊണ്ടുവന്നുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഇവിടെ സംഭവിച്ചത്? ആകാശം പൊളിഞ്ഞു വീടും. ഒരു കഥയില്ല. നിങ്ങൾ കേട്ടോളൂ, സക്കരിയ സലാഹി തന്നെ പറയുന്നത്. ഒന്ന് വെച്ചുകൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാര് ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര് മാറാൻ തുടങ്ങി. KM മൗലവിയും EK മൗലവിയും ഒക്കെ തലേക്കെട്ടിയ മുസ്ലിയാക്കന്മാരായിരുന്നു. KM മൗലവിന്റെ ശരിയായ പേരെന്തായോ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്നതിന് തിരുത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അന്നൊക്കെ കണ്ടോ, ഒക്കെ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അതന്നെ ഞങ്ങളും പറഞ്ഞത്. ഇവിടെ മുജാഹിദ് ആദ്യത്തിൽ ഇവിടെ മുജാഹിദ് ഇല്ലല്ലോ. കേരളത്തിൽ ഇവിടെ വഹാബി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവിടെ എല്ലാവരും സുന്നികളാ. പിന്നെ പുതിയത് ഉണ്ടായതാണ് മുജാഹിദ്. അതന്നെ ഞങ്ങളും പറഞ്ഞത്. അപ്പൊ പിന്നെ ഇപ്പൊ മാത്രം ഒരു മുസ്ലിയാരെ തലപ്പാവ് കെട്ടിച്ചു കൊണ്ടുവന്നതിൽ ഒരു അതിശയോക്തി ഇല്ല. ഇതാ ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയണം. ഇനി ഞാനൊരു സ്വകാര്യം പറയാൻ പോവാണ് നിങ്ങളുമായി. അതെന്താന്ന് വെച്ചാല്, എന്താണ് മുജാഹിദുകൾ, കുറെ മുസ്ലിയാമാര് എന്ന് പറയുന്ന ആളുകൾ അതിൽ നിന്ന് രാജിവെച്ച് മുജാഹിദ് ആവാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? അത് നമ്മൾ ചിന്തിക്കണമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. എന്തുകൊണ്ടാണ് കുറെ ആളുകൾ മുജാഹിദുകൾ, വലിയ വലിയ ഉസ്താദുമാരും ഉലമാക്കളും പണ്ഡിതന്മാരും സമസ്തയുടെ നേതാക്കളും വലിയ ദർസ് നടത്തിയ വലിയ പരിചയമുള്ള ഉലമാക്കളുണ്ട്, അവരാരും മുജാഹിദിലേക്ക് പോകുന്നില്ല. പോണതാരാ? ആരും അറിയാതെ ഏഴാം കൂലിയായി നടന്നിരുന്ന ഓതി പഠിച്ചിരുന്ന കാലത്ത് നന്നായി ഓതി പഠിച്ചില്ല, അന്ന് അണ്ടി പെറുക്കാൻ നടക്കും. എന്നിട്ട് പിന്നെ ഉസ്താദ്മാരെ കുരുത്തക്കര് കെട്ടും. അങ്ങനെ പിന്നെ തെറിച്ചു പോകും. അങ്ങനെ അത് മുജാഹിദിൽ ചെന്ന് പോയി പതിച്ചു. എല്ലാ കച്ചറയും കൊണ്ടതുള്ളതാണ് ഈ ചവറ്റുകൊട്ട. അങ്ങനെ അവസാനം ചെന്ന് ആ കൊട്ടി ചെന്ന് ചാടും. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ആളുകളെ പോയി കുടുങ്ങിപ്പോയത്. പോകട്ടെ, എന്താണ് അവർ കുടുങ്ങിപ്പോവാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചോ? ഞാനതിനെ കുറിച്ച് പഠിച്ചു. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് വിഷയം തിരിഞ്ഞു. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വേറൊന്നാണ്. എന്ത്? മുജാഹിദിലേക്ക് ആളുകൾ പോകാനുള്ള കാരണം എന്താ? അത് മുജാഹിദിന്റെ പോളിസി, മുജാഹിദിന്റെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത് എന്താണെന്നറിയും? എനിക്കൊരു പുതിയ പോളിസി പണ്ട്. എന്താ? ഈ മുസ്ലിയാക്കന്മാർക്കൊക്കെ നല്ല പുടുപ്പത് പൈസ കൊടുക്കുക. മുമ്പ് പറയാം, ഒരു 5 ലക്ഷം ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കുക. കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ മുണ്ടണ്ട, അത് വാങ്ങിക്കാതിരുന്നോളി, നിങ്ങളൊന്നും മുണ്ടണ്ട എന്ന് നമ്മൾ പറയാം. പൈസന് കൊടുക്കുക. എന്നാ തന്നെ കുറെ കേരളം ഇവിടെ നന്നാവും. നിങ്ങൾ മുണ്ടണ്ട, ഞങ്ങൾ വാള് പറഞ്ഞോളാം എന്ന് മുജാഹിദിന്റെ നേതൃത്വത്തിന്റെ പോളിസി അയാൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അപ്പൊ പൈസമ്മയാണ് ഇതിന്റെ വിലങ്ങല് മറിയല്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് ബാലുശ്ശേരിന്റെ കൂട്ടിനെ ഞാൻ പറയിപ്പിച്ചേരാം. എന്നാ പിന്നെ ആധികാരികമല്ല, അയാൾ പറയട്ടെ. എന്നാ പറയുന്നത്? അല്ല, ആ അണ്ണാക്ക് തള്ളി കൊടുക്കുക ഒരു 50,000 60,000, എന്നിട്ട് 1.5 മാസം മിണ്ടാണ്ട് തിരിക്കാൻ പറയാം. എന്നാൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ രക്ഷപ്പെടും. എനിക്കൊരു പുതിയ പോളിസി, ഒരു പദ്ധതി ഉള്ളല്ലോ. പള്ളിക്കൊക്കെ പൈസ പിരിക്കുന്നതിനേക്കാളും മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യുക. ഒരു 50 കോടി റുപ്യൊക്കെ. എന്നിട്ട് ഓരോ പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട് കുറച്ചു കാലത്തേക്ക് പ്രസംഗിക്കേണ്ട, പൈസയല്ലേ പ്രശ്നം, അതിതാ ഒരു 10 കോടി ഒരു 5 കോടി ഒരു 1 കോടി, അത് തീരുന്നവരെ ആ കാലയളവിൽ ഞങ്ങൾ വഴി തരണോടാ. എന്നാൽ ആ കാലയളവ് കുറെ എണ്ണം സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50,000 വീതം മാസം ഏറ്റവും പേരോടക്കമുള്ള ആളുകൾക്ക്, കുറച്ച് സ്ട്രോങ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സംഖ്യ കൊടുക്കുക. നിങ്ങൾ അവിടെ ഇരുന്നു. എന്നാ തന്നെ ഈ സമുദായം നന്നാവും. ഉണ്ടോ? എന്നാ തന്നെ സമുദായം. അപ്പൊ വിഷയത്തിന്റെ ഗുട്ടൻസ് അതാണ്. ഈ 50,000 50,000 60,000 1 ലക്ഷം
5 ലക്ഷമൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ഈ തലപ്പാവുധാരികളായ ആളുകളെ മൂലക്കിരുത്തുക എന്നതാണ് മൗലവിമാരുടെ ഉള്ളിലിരിപ്പ്. ഞങ്ങൾ പറയുന്നു ആ പൂതി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി, ഞങ്ങളെ പണ്ഡിതന്മാർ അതിന് കിട്ടൂല. പിന്നെയോ ഈ അണ്ടി പെറുക്കാൻ നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവർക്ക് 10,000 കൊടുത്തപ്പോ 1 ലക്ഷം കൊടുത്തപ്പോ 5 ലക്ഷം കൊടുത്തപ്പോ നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ കിട്ടിയിട്ട് ഓല തലീകെട്ടും കെട്ടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അതാണ് മുജാഹിദിലേക്ക് ഈ ആളുകൾ പോകാനുള്ള കാരണം എന്ന് മുജാഹിദിന്റെ മൗലവി എന്നെ പറഞ്ഞില്ലേ, പിന്നെന്താ നമുക്ക് സംശയിക്കേണ്ടതില്ലല്ലോ. ഇനി ഞാൻ വേറൊരു മൗലവിയെ കൂടി പറയിപ്പിച്ചു തരാം. മുജാഹിദിന്റെ ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾ പറയുന്നത് എന്താണ്? അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അയാൾ പറയുന്നു മുജാഹിദിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്. എന്തിനാ കടന്നു വരുന്നത്? മൂപ്പരെന്നെ പറയാ, മൂപ്പര് പരസ്യമായിട്ട് പറയാ, മുജാഹിദിന്റെ പ്രവർത്തകർക്ക് ക്ലാസ്സാണ്, അതിൽ പറയാ എന്താണ് നമ്മളെ മുജാഹിദിലേക്ക് പലരും കടന്നു വരാൻ കാരണം എന്നറിയോ? കടന്നു വരാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കും. അപ്പൊ വീടിന് വേണ്ടി ചെലവിൽ വരും. പെൺകുട്ടികളെ കെട്ടിച്ചൊടുക്കും, കെട്ടിച്ചൊടുക്കാൻ വേണ്ടി കുറെ ആൾക്കാര് മുജാഹിദാകും. മൂപ്പരെന്നെ പറയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ മുജാഹിദ് ആകുന്ന ആളുകൾ ആകുന്നത്. അല്ലാതെ ഇപ്പല ആദർശത്തിന്റെ മഹിമ കൊണ്ട് പോവല്ല. കേട്ടോളൂ അയാളെന്ന് പറയുന്നതെന്ന് വെച്ചുകൊടുത്താം. ചെല്ലെന്താ അറിയോ? ഞാനിപ്പോ നിങ്ങളെ പൂർത്തി കൂടി എന്താ അറിയോ? രണ്ടൂന്ന് കുട്ടികളുണ്ട്, അത് കെറ്റിയായി കിട്ടാനെ. വേറെ ചിലത് പുര പൊളിഞ്ഞിക്കാനായിരിക്കും, അതുകൊണ്ടാ. അപ്പൊ ചിലത് പുര പൊളിഞ്ഞിക്കാനായിരിക്കും നമ്മളെ കൂട്ടി കൂടിയോ. അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതിലൊക്കെ കൂടി നിൽക്കുന്നു. കണ്ടോ? അപ്പൊ കുട്ടികൾ കെട്ടിക്കാൻ വേണ്ടി, പുരണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ വരട്ടെ, കള്ളിയിൽ പൂച്ചാണ് പുറത്ത് ചാടട്ടെ, ഇതിലൊക്കെയാണ് ആളുകൾ എന്താകുന്നത് മുജാഹിദിലേക്ക് വരുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ കണ്ടോ, പുര പൊളിഞ്ഞു വിടാൻ ഞങ്ങളായിക്കോളാം, ഞങ്ങളപ്പോ കൂടാ, അങ്ങനെ പറഞ്ഞ് ഒരാളുകൾ മുജാഹിദാവുന്നു. അപ്പൊ ജനങ്ങളെ മുജാഹിദ് എന്ന് പറഞ്ഞ് അവരുടെ ആദർശ ശുദ്ധിയോ ആദർശ മഹിമയോ മനസ്സിലാക്കിക്കൊണ്ടല്ല ആളുകൾ മുജാഹിദിലേക്ക് വരുന്നത്. പിന്നെ ആളുകൾ മുജാഹിദിലേക്ക് വരുന്നത് എങ്ങനെയാണ്? മുജാഹിദിലേക്ക് വരുന്നത് പണം കൊടുത്തിട്ട് 50 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഊക്ക് ശക്തി അനുസരിച്ച് പല ലക്ഷത്തിന്റെ ഗണ്ണ കൂട്ടി കൊടുക്കുക. പിന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് വീട് കിട്ടാൻ വേണ്ടിയാണ് ആള് മുജാഹിദാകുന്നത്. പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി 2 കുട്ടികളാ ഓല കെട്ടിക്കാൻ വേണ്ടി മുജാഹിദാകുക. എന്നിട്ട് ഓല തലയെക്കെട്ടും കെട്ടിച്ച് ഓർക്ക് എന്താ പടം ഒന്നിരുന്നൂടെ? തലയെക്കെട്ടും കെട്ടി മുജാഹിദ് ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീട്ടുണ്ട്, ആ ഷീട്ടിലുള്ളത് ഇങ്ങനെ കൊടുക്കും ചെയ്യും, വായിക്കും ചെയ്യും. ഓല് അത്രേ ഓർക്ക് അറിയേണ്ടുള്ളൂ. ഓല് വലിയൊരു കെട്ടും കെട്ടി മുജാഹിദ് വാങ്ങിക്കൊടുക്കണ വയൽമുണ്ടിന്റെ നീളമനുസരിച്ച് താടിയുടെ നീളമനുസരിച്ച് ഇവരെ വന്നിരിക്കും. അവര് കൊടുക്കണ ഷീട്ട് ഇവർ വായിക്കും ചെയ്യും. എന്നിട്ടോ ഇങ്ങനെ വായിച്ചു കൊടുക്കുക. അവർക്ക് 2 ലക്ഷം കിട്ടിയതല്ലേ, ആ കിട്ടിയ 2 ലക്ഷത്തിന് നന്ദി വേണ്ടേ? അവർക്ക് ഒരു വീട് കിട്ടിയതല്ലേ, അതിന് നന്ദി വേണ്ടേ? ഇതാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദിന്റെ ആദർശ മഹിമ കൊണ്ടല്ലേ അല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശം, ആ ആദർശം ശരിയല്ല എന്ന് മുജാഹിദുകളെ സംബന്ധിച്ച് മുജാഹിദുകൾക്ക് അറിയാം. മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫറുമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. മുജാഹിദ് മൗലവിമാരുടെ ഇടങ്ങേറ് നിങ്ങൾ ചിന്തിക്കണം. അവർക്ക് ഇസ്ലാമിനെ കുറിച്ചോ പ്രമാണങ്ങളെ കുറിച്ചോ പരിചയമില്ല. ഞാൻ വെറുതെ പറയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു മൗലവിയെ കാണിച്ചു തരാം. ഇവരെ ഖുർആനും സുന്നത്തിനും ഇവരെ വിവരം എത്ര ഉണ്ട് നിങ്ങൾക്കറിയാം. മുജാഹിദിന്റെ ഒരു മൗലവി, ആ മൗലവി പറയാണ് എന്താ, ഇവർ പ്രമാണങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾ ചിന്തിക്കണം. ഇവർക്ക് കൊണ്ടു നടക്കുന്ന മൗലവിമാർക്ക് വിവരത്രയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതിനെന്താ ഇയാൾ പറയുന്നത്? ഒരു തലയിൽ ഒരു ടവലൊക്കെ ഇട്ട മൗലവിയാണ്. ആ മൗലവി പറയുന്നത് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. തൂഫാൻ ഉണ്ടായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയുന്ന കേസാണ്, എല്ലാവർക്കും അറിയാം. സഹോദരന്മാരെ, അങ്ങനെ ആ തൂഫാൻ ഉണ്ടായത് നൂഹ് നബിയുടെ കാലത്താണ്. എന്നാ മുജാഹിദ് മൗലവി പ്രസംഗിക്കുകയാണ്, ഖുർആൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നത് എന്താ? ലൂത്ത് നബിയുടെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്. ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി, വഹുലഹു, ലൂത്ത് നബിയുടെ ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ഇതിങ്ങനെ ഒരുപാട് തവണ ആയത്തോതി പറയാ. അപ്പൊ അത് സഹി കേട്ടപ്പോ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നുണ്ട് മുജാഹിദിന്റെ മൗലവി. ആ വേറൊരു മൗലവി, ആ മൗലവി പറഞ്ഞു, പ്രസംഗിക്കണ മൗലവിനോട് പറഞ്ഞു, മൗലവി എന്ത് ലൂത്ത് നബിയല്ല, നോഹ് നബിയുടെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അപ്പൊ ഇയാൾ ശരി തന്നെയാണ്, അത് ലൂത്ത് നബിയുടെ കാലത്തല്ല നൂഹ് നബിയുടെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്. ശരി, അങ്ങനെ പ്രസംഗം മുന്നോട്ട് പോവാ. അതിൽ പിന്നെ മൂപ്പര് അല്ലട്ടോ ജനങ്ങളെ, അത് ശരിയല്ല, ലൂത്ത് നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായത് നൂഹ് നബിയുടെ കാലത്ത്. മൂപ്പര് പിന്നെ ഇയാളെ തിരുത്ത, മൗലവിമാർ തമ്മിൽ കശപിച്ച.
അങ്ങനെ പ്രസംഗിച്ച് കാടുകയറിയാണ്. എന്തിനാ ഇതിങ്ങനെ പ്രസംഗിക്കണമെന്ന് അറിയോ? നമ്മുടെ മങ്കൂസ് മൗലിദിനെ കൊച്ചാക്കാനാ. മങ്കൂസ് മൗലിദിലുള്ളത് എന്താ? മങ്കൂസ് മൗലിദിലുണ്ട് അള്ളാന്റെ റസൂല് മുഖേന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാനുണ്ടായ കാലത്ത് സഹായം ചോദിച്ചു എന്നുണ്ട്. അപ്പൊ അത് കൊച്ചാക്കാനാ മങ്കൂസ് മൗലിദ് പറഞ്ഞ് നബി തങ്ങളോട് സഹായം തങ്ങൾ മുഖേന സഹായം ചോദിച്ചത് കൊണ്ടാണ് ആ മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് തൂഫാന്ന് രക്ഷപ്പെട്ടത്. ഖുർആൻ പറഞ്ഞതോ തൂഫാന്ന് രക്ഷപ്പെടുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇതാണ് പോലെ വിഷയം. ഇത് സ്ഥാപിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂല് മുഖേന സഹായം തേടി എന്ന് പറഞ്ഞപ്പോ തൂഫാൻ ഉണ്ടായത് നൂഹ് നബിയുടെ കാലത്താണല്ലോ. ഇയാൾ ഇങ്ങനെ ഇടിവെറ്റേട്ടവനെ പോലെ അന്തം വിട്ട് കഞ്ഞിപ്പ് എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയാതെ നോക്കണം നിങ്ങൾ. മുജാഹിദ് മൗലവിമാരെ വിവരം എത്രയാണ് ഒന്ന് ചിന്തിച്ച് കേട്ടോളൂ നിങ്ങൾ. ഹമീദ് മൗലവി പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്. അല്ലേ? കേട്ടില്ലെങ്കിൽ. അപ്പൊ ഇതന്നെ വിശ്വസിക്കണം. ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ് തൂഫാൻ എന്ന് വിശ്വസിക്കണം. ഇതിന്റെ എതിരിൽ വിശ്വസിച്ചാൽ തനിച്ച കാഫിറാണ്. നൂഹ് നബിയുടെ കാലത്ത് തന്നെയാണെന്ന് വിശ്വസിച്ചാൽ തനി കാഫിറാണ്. നിങ്ങൾ ഓർക്കണം. മുജാഹിദിന്റെ തൗഹീദ് പോണ പോക്ക് നോക്കണം നിങ്ങൾ. ഇനി മൂപ്പര് പറയട്ടെ, ബാക്കി കേട്ടോളൂ. വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. ആകെ ഇടിവറ്റേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ മാതിരി മൂപ്പരാകെ അന്തം വിട്ട് കേണ് പോകണം. എന്തോ ഒരു കഷ്ടം ഈ ജാതി. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. സോറി, അത് സോറിയാണ്, അത് ശരിയല്ല. അന്തോളികൾ ഇതാ ഇവരുടെ വിവരം. ഇത് കേട്ടപ്പോഴാ പണ്ട് സക്കരിയ മറ്റേ പണി ചെയ്തത് വെച്ചുകൊടുത്താ ഇതൊക്കെ കേട്ടാ സക്കരിയ ചെയ്ത പണി തന്നെ ചെയ്യേണ്ടത് തോന്നിപ്പോവും. സക്കരിയ ചെയ്ത് എന്താന്ന് ഞാൻ പറയണില്ല, മൂപ്പരനെ ചെയ്യട്ടെ. വെച്ചുകൊടുക്കാം. കൂക്കടാ, കൂക്ക് കൂക്ക് കൂക്ക്. കണ്ടോ ഒരു കൂക്കി കുഴങ്ങി. അപ്പൊ ശ്വാസം കണ്ടോളികള്. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. അന്തല്ലാത്ത വലിയ മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ നേതാവ്, ഖുർആൻ സുന്നത്തിന് ഡോക്ടറേറ്റ് നേടിയ വലിയ ഹോജായി കൊണ്ടുനടക്കുന്ന ആളാ. ഇയാളെ സംസ്കാരപ്പതി ആരോ ഒരാൾ പുറത്തുനിന്ന് എന്തോ ഇയാൾ പ്രസംഗിച്ചപ്പോ ആചാര്യല്ലേ ബലി പറയാ. അപ്പൊ ആൾക്കാരെന്തോ ഒരാൾ കൂക്കി, ഏതോ ഒരു നാടൻ. അപ്പൊ സ്റ്റേജിൽ കയറ്റുമ്പോഴും അങ്ങോട്ടും കൂക്കി കൊടുക്കും. അപ്പൊ ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഇവിടുന്ന് എന്തോ കൂക്കിയപ്പോ അസൻ ഉസ്താദ് മൈക്കന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും ഞാൻ മൂപ്പരോട് കൂക്കാതെ നിന്നാ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. എന്താ ഈ പറഞ്ഞത്? ഇയാള് ഞാൻ ഒരു സ്ഥലത്ത് വെച്ചപ്പോ പറഞ്ഞു അയാൾ അത് നിങ്ങളെ വകയാണ്, അത് സക്കരിയ ഒരു തവണയെ കൂക്കിയിട്ടുള്ളൂ, പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതാണ് പറഞ്ഞു മുജാഹിദ്. റിപ്പീറ്റ് ചെയ്താൽ ഇതൊക്കെ മൂപ്പര് കൂക്കിയത് തന്നെ. ഒന്നുകൂടി വെച്ചു കൊടുത്താൽ ഞാൻ കേട്ടുതരാം, കേൾപ്പിച്ചരാം. കൂക്കടാ, കൂക്ക് കൂക്ക് കൂക്ക്. ഇതാണ് മൂപ്പര്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് ഇതാണ് ഇവരുടെ സംസ്കാരം. എന്നിട്ട് വെപ്പ് എന്താണെന്നറിയാം?
ഇതൊക്കെ ചെയ്യണ ഒരു കഥയില്ലാത്ത മൗലവിമാർ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചോദ്യങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഒരു കഥയായി മൗലവിമാരുടെ ഓലെ വീക്ഷണം എന്താ, ഓലെ കുറിച്ച് അറിയോ? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാറിയോ നിങ്ങൾ? എന്താണെന്നറിയോ നിങ്ങൾ? അത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ് എന്നാ പറഞ്ഞത്. അത് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്കുള്ള സമ്മാനമാണ്. KNM, ISM, അതുപോലെ MSM, മുജാഹിദിന്റെ ഈ മൗലവിമാർ ഇവരൊക്കെ അള്ളാന്റെ സമ്മാനമാണ്. നോക്കി നിങ്ങൾ ഉളുപ്പില്ലാതെ പറഞ്ഞത് കേട്ടോളൂ, വെച്ചുകൊടുത്ത അറിയുക, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? പടച്ചോന്റെ സമ്മാനാണ് ഇവരൊക്കെ. ഏത് ഈ കൂക്കിന് ആൾക്കാർ അള്ളാഹ് ഇറക്കി തന്ന സമ്മാനാണ്. പിടിച്ചോളി നെറ്റ് ചാടാതെ പിടിച്ച ആകാശത്തൊക്കെ തന്നെയാണ് സംഭാവന ചെയ്തത്. നമ്മക്ക് ആവശ്യമില്ല. എന്താ ഇയാൾ ഈ പറഞ്ഞത്? പടച്ചോന്റെ സമ്മാനാത്ര ബലി. ഏത് ഒരു മൗലവി പറയാ, ഏത് മൗലവി? തൂഫാൻ ഉണ്ടായത് ലൂത്ത് നബിയുടെ കാലത്താണ്, നൂഹ് നബിയുടെ കാലത്താണ് വിശ്വസിച്ച കൊടിയം കാഫിറ എന്ന് പറയുന്ന ആള് പടച്ചോന്റെ സമ്മാന. അത് കേൾക്കുമ്പോ ഭയങ്കര കൂക്കുള്ള മൗലവിയോ അയാളും പടച്ചോന്റെ സമ്മാനാണ്, നമ്മക്കുള്ള സമ്മാനാണ്. നമ്മളൊരു ഗതികേട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് നമ്മളല്ല, ഇത് മുജാഹിദിനെ ഏറ്റെടുത്തോട്ടെ. നിങ്ങൾ അടുപ്പ് കൊണ്ടുപോയിട്ട് ചുട്ടലേന്, ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ സമ്മാനം. ഇനി കേട്ടോളൂ അയാൾ പറയട്ടെ. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവടക്കിയോ ഉണ്ടോ? അപ്പൊ എന്താ പറഞ്ഞത്? വലിയൊരു സംഗതി പറഞ്ഞത് അതാണ്. അള്ളാന്റെ സമ്മാനമാണ് എന്നുള്ളതിന് കാരണം പറഞ്ഞത് എന്താ? ഞങ്ങൾ നിങ്ങളേക്കൊന്ന് പൈസ പിരിച്ചോ? ഇല്ലല്ലോ. പാട്ടപ്പിരിവ് പിരിച്ചോ? ഇല്ല. നിങ്ങളേക്കൊന്ന് ഫണ്ട് പിരിച്ചോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഞങ്ങൾ അള്ളാന്റെ സമ്മാനമാണ്, ദൈവത്തിന്റെ സമ്മാനമാകുന്നു. അതിനുള്ള കാരണം ഇപ്പൊ എന്താ? പാട്ടപ്പിരിവ് പിരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഏത് പിരിച്ചിട്ടില്ല, ഞങ്ങൾ ഫണ്ട് പിരിച്ചിട്ടില്ല. എന്താണ് അത്? പിരിക്കുന്നവരാണ് സുന്നികളായ നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ സമ്മാനമല്ല, ഓൽ അള്ളാന്റെ സമ്മാനാണ്. ഒരു കഥയില്ലാത്ത വാർത്ത. ഇതിപ്പോ ഈ മൗലവി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ പിരിവ് ആവശ്യപ്പെടുന്നുണ്ട്. അതല്ല രസം. എന്തൊരു സങ്കടം അത്. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വേദിയിലാണ് പിന്നെയും നമുക്ക് സഹിക്കായിരുന്നു. ഇത് അതേ വേദിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഇയാൾ പറയാണ്, അപ്പൊ സ്ത്രീകൾ ഇത് ക്ലാസ് അല്ലേ എന്ന് കരുതിയിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ സാധാരണ പ്രസംഗത്തിൽ കൊണ്ടുവരലുണ്ട് നമുക്ക് മനസ്സിലായി. അത് വേറെ. എന്നിട്ടാണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ ജാതി വെടുവിഡിത്തം പറയണത്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് അല്ലേ എന്ന് കരുതിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട. അത് നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ, നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണം, കാതിലുള്ള ആഭരണം, അതൊക്കെ പണം തന്നെയാണ്, അതൊക്കെ സംഭാവനയാണ്, അതൊക്കെ കൊടുത്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ? സ്വർണം വേണോ സ്വർഗം വേണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വർഗം വേണമെന്ന് ഉള്ളവരുണ്ടെങ്കിൽ സ്വർണം കൊടുത്ത് സ്വർഗം വാങ്ങുക. എങ്ങനെയുണ്ട്? മുജാഹിദിന്റെ സമിതിയിലേക്ക് പാട്ടപ്പിരിവിലേക്ക് സംഭാവന കൊടുത്താൽ സ്വർഗം റെഡി ആയിട്ട് കിട്ടുകയാണ്. നമ്മളാരും അങ്ങനെ പറയലില്ല. ഏത് തങ്ങൾ 10 റുപ്യ എന്നോളി ഞങ്ങൾ സ്വർഗം തരാതെ നമ്മളാരും പിരിവെന്നു. ഇപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ നമ്മളെ പ്രവർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി ചെലവിന് പിരിവ് നടത്തുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ സ്വർഗം തരാം, നിങ്ങളെ പൈസ കാട്ടി തരുന്നുണ്ടോ? ഇല്ല. മുജാഹിദുകൾ അത്ര വലിയ പൗരോഹിത്യാണ്. നിങ്ങളെ പോക്കറ്റിലുള്ള പണം കാട്ടി, നിങ്ങളെ കാതിലുള്ള ആഭരണം കാട്ടി, എന്നാ ഞങ്ങൾ സ്വർഗം തരാം. കേട്ടോളൂ മുജാഹിദ് മൗലവി ഇതേ ബാലുശ്ശേരി എന്നെ പറയുന്നത് ഒന്ന് വെച്ചു കൊടുത്ത. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അയച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്നിട്ട് കണ്ടില്ലേ? അപ്പൊ സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് നന്നായി കഴുത്തിലും കാതയിലും തണ്ടയിലുള്ള ആഭരണങ്ങൾ കൊടുക്കുക. ആദ്യം പറഞ്ഞൊന്ന് വെച്ചുകൊടുത്ത ഒന്ന് മറക്കല്ലേ. ഏത് ആദ്യം പറഞ്ഞ വെച്ചുകൊടുക്കരുത്? ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ്. അത് വെച്ചുകൊടുത്ത ഞാൻ വെച്ച ഇപ്പൊ തന്നെ ഒക്കെ അതിന്റെ കൂടെ വെച്ചുകൊടുക്കണം. അറിയുക, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ
നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഹായ്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? ഉണ്ടോ? വെറുതെ ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങൾ ഫണ്ട് പിരിച്ചു ഒന്നുമില്ല, സ്വർണം വാങ്ങി ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ സ്വർണം വേണോ സ്വർഗം വേണോ, സ്വർണം വേണോ സ്വർഗം വേണോ. ഇനി അതിലും അപ്പുറം ഇവരൊക്കെ പേരോട് ചീത്ത പറയുന്ന ആളുകളാ. പേരോട് ഉസ്താദ് വാല് പറയാൻ ചെന്നുമ്പോ ജിറാജുലേക്ക് പലരും സംഭാവന കൊടുക്കും, നേർച്ച കൊടുക്കും. അത് പോക്കറ്റിൽ ഇടാൻ പറയും. അത് വാലിന്റെ പിരിവിൽ പെടാതെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ പോക്കറ്റിലോ ആ പോക്കറ്റിലോ ഇടാൻ പറയും. അപ്പൊ മുജാഹിദ് പറയും കണക്കും കൂടിയില്ല, എന്നിട്ട് പിരിച്ചു കൊണ്ടുപോവാണ്, ആരെയൊക്കെ ഇതിന്റെ കണക്കെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്. ആ മൗലവിയാബ് പറഞ്ഞത് ഞങ്ങൾ ഫണ്ട് പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരെ സ്വർണം വാങ്ങണം. ഇനി പറഞ്ഞു നോക്കി, നിങ്ങൾ വലിയ സംഖ്യ തരാൻ കരുതുന്നവർ, ഇയാളെ പൗരോഹിത്യം മുജാഹിദിന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, ശക്തി എത്രയും നോക്കിക്കോളൂ. വലിയ സംഖ്യ തരാൻ കരുതുന്ന ആളുകൾ ഇവിടുത്തെ ബക്കറ്റിൽ ഇടണ്ട. പിന്നെന്ത് ചെയ്യണം? ഞാനുമായി ബന്ധപ്പെട്ട് എന്റെ അഡ്രസ് വാങ്ങി എനിക്ക് അയച്ചു തരേണ്ടതാകുന്നു. കേട്ടോളുകൾ എന്താണ് ഈ പറയുന്നത്? ഇവരുടെ പൗരോഹിത്യത്തിന്റെ ആഴം എത്രേ കേട്ടോളൂ. അയാൾ പറയട്ടെ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. കണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങി നമ്പർ വാങ്ങി അയച്ചു തരിക. അത് പിന്നെ ദീക്കൊന്നും പെടുത്തണ്ട. അത് പിന്നെ ഇങ്ങനെ ഇതാ മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് പറയുന്നത് എന്താ? പറയുന്നത് ഞങ്ങൾ നിങ്ങളേക്ക് ഫണ്ട് വാങ്ങിയിട്ടില്ല, പൈസ വാങ്ങിയിട്ടില്ല, പൈസ ചോദിക്കാറില്ല, ഞങ്ങൾ വളരെ പരമപരിശുദ്ധരായ ശുദ്ധമായ പന്നിമാംസം എന്ന് പറഞ്ഞ മാതിരിയുള്ള ശുദ്ധമായ ആളുകളാകുന്നു ഞങ്ങൾ എന്നാ മുജാഹിദിന്റെ അഭിപ്രായം. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഇവരുടെ വീക്ഷണം? ഒരു കഥയില്ലാത്ത വർത്താനം. ഇതാ ഇവർ പറയാ. ഇന്നത് പറയാന്ന് മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ ഒരു മൗലവി പറഞ്ഞത് കേൾക്കുകയാണ്. ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ അയാൾ പറയുന്നത് എന്താ? ഇവർക്ക് എന്താണ് പറയേണ്ടത് എന്നൊരു കഥയില്ല എന്ന് ഞാൻ വെറുതെ പറയല്ല. മുജാഹിദ് മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിച്ചുതരാം. അയാൾ പറയുന്നത് എന്താ? നമ്മുടെ രാജ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഇവർ പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബാർബർ തൊഴിലാളികളുണ്ട്. ബാർബർ തൊഴിലാളികൾ അവരുടെ പരിപാടി എന്താ? തല മുട്ടയടിക്കുക, തല മുണ്ടനം ചെയ്യുക, മുടി വെട്ടിക്കൊടുക്കുക, ഇതൊക്കെ ഓരോ തൊഴിലാണ്. എന്നാ മുജാഹിദ് പറഞ്ഞത് എന്താ? ഇങ്ങനെ തല മുട്ടയടിച്ചാൽ ആള് കാഫിറാകും എന്നാ പറഞ്ഞത്. തല മുണ്ടനം ചെയ്താൽ ആള് കാഫിറാകും. ഇവരെ വിവരം നിങ്ങൾ അളക്കണം. ഇവർ ഏത് മതാണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ഇവർക്ക് മതം പറയാൻ അർഹത ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ മതത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മൗലവിമാരുടെ കഥ നിങ്ങൾ ഓർക്കണം. മുജാഹിദ് കാഫിറാക്കാനുള്ള ഒരു കുറുക്കുവിദ്യ കാണുന്നത് ഇതിനൊന്നും ആവശ്യമില്ലാതാ. പിന്നെന്താ? നിങ്ങളെ സുബ്ഹാനല്ലാഹ് എന്ന് 99 തവണ ചെല്ലിയാൽ ആള് കാഫിറായി. ആള് കേട്ടുക്കണം. പുതിയ ഇസ്ലാം 99 തവണ ആള് സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലിയാൽ ഇസ്ലാമിന്ന് പുറത്തുപോയി. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഒരാൾ ലോറ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് 99 തവണ ചെല്ലിയ ഇസ്ലാമെന്ന് പുറത്തു പോകത്തര. പടച്ചോനെ തമ്പുരാനെ, ഖുർആനിലെ ഇത്ര 6000 ചില്ലാൻ ആയത്തുകൾ ഉസ്താദ് നമ്മൾ എത്ര വട്ടം തഫ്സീർ ഓതി കൊടുത്താൽ ഒരായത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആയത്ത് സുബ്ഹാനല്ലാഹ് 99 തവണ ചെല്ലിയ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നുള്ള ഒരു ആയത്ത് ഇല്ലേ? ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നല്ല. ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ഇപ്പൊ ഞങ്ങളിത് പറഞ്ഞു. ഒരൊറ്റ സ്ഥലത്തെങ്കിലും മുജാഹിദ് എന്നാ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചരാ, ഈ ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഒറ്റ ആളും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ആയത്ത് ഇല്ല. മുജാഹിദിന്റെ വാദം എന്താ? ഞങ്ങൾ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിന്റെ സമ്മാനമാണ് ഞങ്ങൾ എന്നാ പറയുന്നത്. എന്ത് സമ്മാനം പോലെ? ഏതായത്തിലത് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഈ പറയണത്? മുന്നിലിരിക്കുന്ന മുജാഹിദുകൾ എന്തു മണ്ണാക്ക് തൊടാതെ വിഴുങ്ങും എന്ന് കരുതിയിട്ട് ഈ ജാതിയൊക്കെ പറയാൻ പറ്റുമോ? മുജാഹിദ് അല്ലാത്ത മനുഷ്യന്മാരിത് കേൾക്കുന്നുള്ള ചിന്ത വേണ്ടേ? മനുഷ്യന്മാർ ഈ സീഡി കേൾക്കുന്നുള്ള ചിന്ത പറയണ മൗലവിമാർക്ക് വേണ്ടേ? ഇറക്കണ മുജാഹിദുകൾക്കും വേണ്ടേ? എന്താണ് സഹോദരന്മാരെ ഇവർ ഈ പറയുന്നത്? ഒരു കഥയില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇയാള് പറയും ജഹാലത്താൻ ഞാൻ പറയണത്. ഈ മതത്തെക്കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് അവകാശം?
തങ്ങൾമാര് എന്ന് പറഞ്ഞ കൂട്ടര് തന്നെ ഇല്ല. നമ്മുടെ ഖലീല് തങ്ങൾ, പാണക്കാട് തങ്ങൾ, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ ബാപ്പ പാണക്കാട് പൂക്കോയ തങ്ങൾ, ഇവരൊക്കെ നമ്മുടെ പൂർവ്വകാല SYSന്റെ പ്രസിഡന്റായിരുന്നു, നമുക്കറിയാലോ. അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ, ഖബർ പ്രകാശിപ്പിക്കുമാറാവട്ടെ. ആ ശിഹാബ് തങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞതെന്താ? തങ്ങൾ കുടുംബം തന്നെ ഇല്ല. വെച്ചുകൊടുക്ക് മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ. അല്ലാതെ അവിടെ തങ്ങൾ കുടുംബം, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. കണ്ടോ, ആദർശം കൊണ്ട് തീരെയില്ല. അവർ നബിയുടെ കുടുംബമില്ല. അങ്ങനത്തെ ഒരു ഖലീൽ തങ്ങൾ, പാണക്കാട് കുടുംബം, അങ്ങനത്തെ ഒരു കുടുംബം തന്നെ ഇല്ല. എന്നാ പിന്നെ അയാളൊരു സത്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങന്മാരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. തങ്ങന്മാർ എന്നൊരു വർഗം ഉണ്ട്. ആരാണ് ഈ തങ്ങന്മാര്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അശോക് സിംഗാൾ തങ്ങളാണ്, LK അഡ്വാണി തങ്ങളാണ്, കല്യാണിക്കുട്ടി തങ്ങളാണ്, അതുപോലെ ജോസഫ്, അതുപോലെ സാറാമ്മ തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞത്. കേട്ടോളൂ, നിങ്ങൾ അയാളെന്നെ പറയട്ടെ. ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽഖത്ത് അദ്വാനിയും രേഖത്യാറും അശോക് സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. ഓലൊക്കെ തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങന്മാരെ മക്കളുമാണ്. ആരൊക്കെ? ലാൽകൃഷ്ണ അഡ്വാനി, അശോക് സിംഗാള്, പിന്നെ സാറാമയും കല്യാണിക്കുട്ടി. ഓലും തങ്ങളാണെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പറ്റാത്തത്. കല്യാണിക്കുട്ടി തങ്ങളാ എങ്ങനെ ബീവിയാണെന്ന് പറയാന്നല്ലാതെ സാറാമ തങ്ങളാത്ര, അതാ നമുക്ക് തിരിയാത്തത്. സാറാമ ബീവിയാണെന്ന് പറയണതിന് മാനുണ്ട്. സാറാമയും കല്യാണിക്കുട്ടിയൊക്കെ തങ്ങളാത്ര. പടച്ചോന് ഇവർക്ക് മലയാളം അറിയില്ലല്ലോ. അതിന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഒരു കഥയില്ല. എന്താ വായിൽ വരുന്നത് കോതക്ക് പാട്ട്. ഇതാണ് ഇവരുടെ മതം. വല്ലാതെ ദീനിനെ കുറിച്ച് സഹോദരന്മാർ എന്താണ് ഇവർ ഈ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ടോ ഇവരുടെ കാഴ്ചപ്പാട് മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണ്, മുശ്രിക്കാണ്. ഒരന്തമില്ലാതെ പറയും. മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക, കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര താല്പര്യമല്ലേ? വേറൊരു വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങളറിയോ മുജാഹിദ് നേതാവ് പറഞ്ഞത് എന്താ? നമ്മുടെ അഹ്ലുസുന്നയുടെ അമരക്കാരൻ ശൈഖുന കാന്തർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, എല്ലാവരെയും പേരെടുത്ത് കാഫിറാക്കിയത് എന്റെ കയ്യിലുണ്ട്. സൽസബീൽ എന്റെ കയ്യിലുണ്ട്. വിചിന്തനം എന്റെ കയ്യിലുണ്ട്. പാണക്കാട് തങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് 16 കൊല്ലം മുമ്പ് വരെ മുസ്ലിമായിരുന്നു. 16 കൊല്ലത്തിന് ശേഷം പിന്നെ തിരുത്ത് വിചിന്തനത്തിൽ. അതിനെന്താ പറഞ്ഞത്? തങ്ങളും വീണ്ടും മുശ്രിക്കാകുന്ന ഒരു തിരുത്തുന്നത് നോക്കണം. അപ്പൊ ഇങ്ങനൊക്കെ എഴുതിയിട്ടുണ്ട്. പോകട്ടെ. ഇപ്പൊ മുജാഹിദ് പറഞ്ഞത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സാക്ഷാൽ AP ഉസ്താദിനെ കുറിച്ച് പറയുന്നു. അബൂജഹലെങ്ങാനും കേരളത്തിലേക്ക് വന്നാല് ആദ്യം പോവുക നേരെ മർക്കസിലേക്കാണ് അബൂജഹൽ. എന്നിട്ട് മർക്കസിൽ ചെന്നിട്ട് അബൂജഹൽ AP ഉസ്താദിനോട് പറയൂത്രേ. എങ്ങനെ ഇപ്പൊ മൂപ്പർക്ക് ഇതൊക്കെ വിവരം കിട്ടിയത് എന്നോട് ചോദിക്കരുത്. അതൊക്കെ മൂപ്പരനെ പറയട്ടെ. അബൂജഹലിന്റെ ഒക്കെ മൂപ്പർക്ക് വിവരം കിട്ടണമെങ്കിൽ ഒന്നുമില്ലാതെ ഒരു ബന്ധമില്ലാതെ വിവരം കിട്ടൂലല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചോളി. അതിപ്പോ ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് പറയണത് എന്താ? ഏറ്റവും വലിയ മുശ്രിക്കുകളെ ലീഡർ ഞാനാന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴല്ലേ, കേരളത്തിൽ വന്നപ്പോഴേക്ക് സംഗതി പിടുത്തം കിട്ടിയത് ഞാനല്ല. AP ഉസ്താദാകുന്ന നിങ്ങളാണ് മുശ്രിക്കുകളുടെ ഏറ്റവും വലിയ ലീഡർ എന്ന് ആര് പറയും? അബൂജഹൽ പറയുന്നു, മുജാഹിദ് മൗലവി പറയാ. കേട്ടോളൂ നിങ്ങൾ. ബാലുശ്ശേരി പറയട്ടെ. അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ സക്കാഫത്ത് സുന്നിയിലേക്ക് കണ്ടോ? അബൂജഹലിന്റെ ശൈഖന്റെ ഇത്ര എങ്ങനെ മൂപ്പർക്ക് പരിചയം എന്നാ എനിക്ക് തിരിയാത്തത്. അത് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിച്ചോളൂ. ഒന്നുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാണ് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ ലീഡർ, ഇനി ലോക മുശ്രിക്കരുടെ ലീഡറാകാനുള്ള യോഗ്യതയിൽ നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്ക് വേണമെന്ന് പറയും. ഇനി ലോക മുശ്രിക്കരുടെ ലീഡറാകാനുള്ള യോഗ്യതയിൽ നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്ക് വേണമെന്ന് പറയും. കണ്ടോ? ലോക മുശ്രിക്കുകളുടെ ലീഡറാവാനുള്ള യോഗ്യത നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് അബൂജഹൽ പറയുന്നാണ് ഇയാൾ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അബൂജഹൽ ഇങ്ങനെ പറയുന്നുള്ള വിവരം എങ്ങനെ ഇയാൾക്ക് കിട്ടിയത്? നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? അല്ല, നമ്മളെമ്മിലും സംസാരിച്ചു നോക്കുക. എങ്ങനെ ഇപ്പൊ അബൂജഹൽ ഇങ്ങനെ പറയുന്നുള്ള വിവരം ഇയാൾക്ക് കിട്ടിയത്? എന്താ ഓല് തമ്മിലുള്ള കണക്ഷൻ? എനിക്കറിയില്ല. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ പറയണില്ല. ഞാൻ മൂപ്പര അബൂജഹൽ ആക്കിയെന്ന് നിങ്ങൾ പറയണ്ട. ഞാൻ ആക്കിയിട്ടുമില്ല, ആക്കുന്നുമില്ല. നമുക്കൊരാളെ കാഫറാക്കലും അബൂജഹലാക്കലും മുശ്രിക്കാക്കലും നമ്മളെ പരിപാടിയല്ല. നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഇവർ ഈ പറയുന്നത്? എന്താണ് ഇവർ പറയുന്ന ആശയം? നാം വിലയിരുത്തേണ്ടതല്ലേ സഹോദരന്മാരെ? കഴിഞ്ഞില്ല. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് നേതാവ് മുസ്ലിമീങ്ങളെ മൊത്തവും കാഫറും മുശ്രിക്കും ആക്കുക.
എന്നിട്ട് പറയുന്നത് എന്താ? സുന്നികളായ നമ്മളൊക്കെ കാഫിറാണ്, മുശ്രിക്കാണ്. കാഫിറും മുശ്രിക്കും ആണ് എന്ന് വിധി എഴുതാൻ ഇവർക്ക് തെളിവെന്താ? തെളിവില്ല, ഒരു തെളിവില്ല. തെളിവെന്താന്ന് വെച്ചാല് മുജാഹിദിന്റെ മൗലവിമാര് ഖുർആൻ അങ്ങനെ ഓതും. ആയത്തില് ഉള്ളതെന്തോ അത് വേറെ, ഓതുന്ന വിഷയം അതൊക്കെ വേറെ. ഒരു വിഷയം പറയാം, ആയത്ത് അങ്ങനെ ഓതും. മുന്നിലിരിക്കണ മുജാഹിദുകൾക്ക് അത്രയല്ലേ കഥയുള്ളൂ. സാധുക്കള് ഞാൻ ഓല കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. അവരുടെ മൗലവിമാരുടെ ഈ ദുർവ്യാഖ്യാനത്തിൽ അകപ്പെട്ടു പോയവരാണ്. എന്നിട്ട് ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് അങ്ങോട്ട് വിജൃംഭിതനാവുന്നു. ചിലയിടത്ത് മുജാഹിദിനെ കരയുന്നു. അപ്പൊ ഈ അനുയായികൾ കേട്ടു ഇതൊക്കെ ശരി തന്നെയാണ്, പടച്ചോനെ ഇതൊക്കെ ആയത്തിന്റെ അർത്ഥം തന്നെയെന്ന് ഒരു വിധി എഴുതുകയാണ്. നമ്മളെ പോലെ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ പറയല്ല. മുജാഹിദ് ബാലുശ്ശേരി ഒരായത്തോത്തി കരയുന്ന കാര്യങ്ങളൊന്നും നോക്കിക്കോളൂ. എന്താ അവിടെ കരയേണ്ട കാര്യം? കേട്ടോളൂ, നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് കരയുന്നുണ്ട്, ഒന്ന് വെച്ചു കൊടുത്താൽ അയാളെ കരച്ചിൽ ആയത്തോതിയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതാ ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിവരമില്ലാത്ത ആളുകളാണെന്ന് ഞാൻ വെറുതെ പറയല്ല. വെച്ചുകൊടുക്കും. പഠിച്ചവരെ എന്റെ വാപ്പാക്ക് പറയാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യ മനുഷ്യരെ. അന്ന് വാപ്പ പറയും പോലെ ഇത് പരലോകമാണ് മോനെ, ഇവിടെ അമല് കൊടുക്കില്ല മോനെ. ഒരമല് ഞാൻ നിനക്ക് തന്നിട്ട് എന്റെ അമല് കുറഞ്ഞു പോയാൽ മോനെ. അപ്പൊ അങ്ങനെ ഇതാണ് ഇവര് ആയത്തോണ്ട് ഓത് വന്നിട്ട് കരയാ. അപ്പൊ അതാ ഹുസൈൻ സലഫി ഒരിക്ക പറഞ്ഞു, ഇതിൽ നിങ്ങളാരും പെട്ടുപോകരുത് എന്ന് വെച്ചു കൊടുത്ത ഹുസൈൻ സലഫി പറഞ്ഞത്. പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. നിങ്ങളാരും പെട്ടുപോകരുത് മക്കളെ, പെട്ടുപോകരുത്. ഒന്നുകൂടി വെച്ചു കൊടുത്താൽ പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. അങ്ങനെ പെട്ടുപോകരുത്. ആയത്താട് ഓതുനീച്ചിട്ടുണ്ട്, നിങ്ങളാരും ഞാനോ പെട്ടു, നിങ്ങളാരും പെട്ടുപോകരുത്. KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നു, ഇയാളുടെ ആയത്തോട് ഓതി കരയാത്ര, ഇതിലൊന്നും പെട്ടുപോകരുത്. KV അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത് കേട്ടോളികൾ. ഒരായത്തോതിയിട്ട് നിഴോളിച്ച അത് ആ വിഷയാവൂല. വെറുതെ നിഴോളിക്കുക. ഒരായത്തോതിയിട്ട് നിഴോളിച്ച അത് ആ വിഷയാവൂല. വെറുതെ നിഴോളിക്കുക. അതാപ്പ ബാലുശ്ശേരി കാട്ടിയത്. ആയത്താണ് ഓതിന് വെറുതെ നിഴോളിച്ച, അതുകൊണ്ടൊന്നും കാര്യമില്ല. വിഷയത്തിൽ അതോടൊന്നും തെളിവാവൂല. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ആയത്താണ്ട് വന്നിട്ട് ഇങ്ങനെ കരയുക, എന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തടിച്ച, അതുകൊണ്ടൊക്കെ വിഷയാവുമോ? വിഷയം തെളിവാണോ? ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. നിങ്ങൾ നോക്ക്, മുജാഹിദ് പറയുന്ന ഈ ആദർശം, ആശയം, അതിനെന്താ തെളിവ്? ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ കേട്ടോളൂ. മുജാഹിദ് നേതാവ് തന്നെ പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയിട്ട് മൂപ്പര് പറയാണ്, നിങ്ങളൊക്കെ നിരീശ്വരവാദി ആയിക്കോളൂ, എന്നാലും ശരി സുന്നിയാകരുത്. ഏത് നിരീശ്വരവാദി എന്ന് പറഞ്ഞാ? ഈശ്വരനില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗാണ് ആര്? നിരീശ്വരവാദി ആയിക്കോളൂ, എന്നാലും ശരി സുന്നിയാകരുത്. അതാ പറഞ്ഞത്. മുജാഹിദ് നേതാവ് പറയാണ്, ഇതേതാ മതം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏത് ആയത്തിലാത് പറയുന്നത്, ഏത് ഹദീസിലാത് സമർത്ഥിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. കേട്ടോളൂ, അയാൾ പറയട്ടെ. അല്ലാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അതാ. അപ്പൊ AP സുന്നി മാത്രല്ല, EK സുന്നി ആയാലും മുശ്രിക്ക് തന്നെയാണ്. അയക്കും നല്ല നിരീശ്വരവാദിയാകലാണ്. EK സുന്നികൾ ആരെങ്കിലും കേട്ടോളൂ. നിങ്ങൾ അതിന്റെ പേരിൽ അപ്പുറത്ത് കണ്ടങ്ങടെ അടുത്തുന്നോളൂ, നിങ്ങളും കാഫർ തന്നെയാണ്, മുശ്രിക്ക് തന്നെയാണ്. മുജാഹിദ് പറഞ്ഞതാണ് രണ്ട് കുടുംബം കാഫറാണ്, മുശ്രിക്കാണെന്നാണ്. അതിന്റെ പേരിൽ ആരും മാറി നിൽക്കണ്ട, നിങ്ങളൊക്കെ കാഫറും മുശ്രിക്കുവാണെന്നാ മുജാഹിദ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ ഏതായാലും കാഫറും മുശ്രിക്കുവാണ് അത്രേ ഇവരുടെ ഭാഷയില്. സഹോദരന്മാരെ, അഹ്ലുസുന്നയുടെ ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു, ബിദ്അഈവാദം, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, അത് എതിർക്കപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. ഖുർആൻ വിരുദ്ധവാദമാണ്, ഹദീസ് വിരുദ്ധവാദമാണ്. അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് മാറി നിൽക്കണ്ട, ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇയാള് പറയുന്നു APK രണ്ട് ഗ്രൂപ്പും കണക്കന്നെയാണ്. പറയട്ടെ അയാള്. APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എന്താ പറഞ്ഞത്? മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടി ശിക്ഷ അനുഭവിക്കാൻ പറ്റും സുന്നിയായാൽ. രണ്ട് ശിക്ഷയാണ് സുന്നിയായാൽ. നിരീശ്വരവാദി ആയാലോ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോയാലോ ഒരു ശിക്ഷയേ ഉള്ളൂ. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം? ഈ തലൊക്കെ വേഗം അങ്ങോട്ട് ഭൂമിക്ക് വിടാതെ ആകാശത്തേക്ക് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞേക്കണം നമ്മൾ.
പൊതിഞ്ഞ് മേലക്കാട് വിടന്നെ. എവിടേക്കാച്ചാ പോയിക്കോട്ടെ, ഇങ്ങോട്ട് ഇവിടെ വേണ്ട. ആ ജാതി തലേ നിരീശ്വരവാദിയായാലും ശരി, നിങ്ങൾ സുന്നിയാകരുത്. ഏതാത് മതം സഹോദരന്മാരെ? നാം ചിന്തിക്കേണ്ടതല്ലേ? ഇത് ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? ഏത് ആയത്തിലാ അത് പറഞ്ഞിട്ടുള്ളത്? ഏത് ഹദീസിലാ അത് പറഞ്ഞിട്ടുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത് തൗഹീദാണോ അതോ നിരീശ്വരവാദത്തിലേക്ക് ആളെ ചേർക്കലാണോ? ഇങ്ങനെയാണോ മതം പ്രചരിപ്പിക്കേണ്ടത്? ഇങ്ങനെയാണോ തൗഹീദ് പ്രചരിപ്പിക്കേണ്ടത്? ഇതാണോ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന്റെ രൂപം? അതിൽ പെട്ടുപോയ മുജാഹിദുകൾ സാധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുനർവിചിന്തനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പുനർവിചിന്തനം നടത്തണം. ഇത് മതമാണോ? ഇത് ഇസ്ലാമാണോ സഹോദരന്മാരെ?